ഫ്രണ്ട്സ്, നമ്മളിന്ന് ലിംബോ ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. ലിംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിംബോയും ഒരു ഹൊറർ കാറ്റഗറിയിൽ പെടുന്ന ഒരു ഗെയിം തന്നെയാണ്. ഓക്കെ, കാട്ടിൻ്റെ ഇടയിൽ മയക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നൊരു കൊച്ചിനെയാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഒരു പയ്യനാണ് ഗൈസ്. ഓക്കെ, നമുക്കപ്പോൾ നേരെ ഗെയിമിലോട്ട് പോവാം. ഞാനൊരു കാട്ടിൽ കൂടി ഓടുന്നതാണ് ആദ്യമായിട്ട് കാണിക്കുന്നത്. സംഭവം ഇത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ അനിയത്തിയെ തിരക്കാണ് ഈ കാട്ടിലേക്ക് വരുന്നത്. സിസ്റ്റർ എങ്ങനെ കാട്ടിലാകപ്പെട്ടതെന്നും അറിയത്തില്ല. ഓക്കെ, ഈ കുഴികൾ നിറച്ച് മുള്ളാണ്. കുഴിയിലൊക്കെ വീണ് പോയി കഴിഞ്ഞാൽ മുള്ളിൽ കറക്റ്റ് കയറും. ഓക്കെ, ഇതിൻ്റെ മേളിലേക്കാണ് നമുക്കിപ്പോൾ കയറാനുള്ളത്. ഭയങ്കര പസലുള്ള ഗെയിമാണ്. നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറം ട്രിക്കിയാണത് ഭയങ്കര. ഓക്കെ, നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഓക്കെ, ഇതുപോലെ സ്വിങ് ചെയ്ത് ഞാൻ ഇത് മുമ്പ് കളിച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പം എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല. പണ്ടെന്തോ തീർത്തതാ. ഇപ്പോൾ ഒന്നും കൂടി വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യാമെന്ന് വിചാരിച്ചതാ. ഓക്കെ, നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഓക്കെ, ഈ കപ്പലിൽ കയറിയാണ് പോകേണ്ടത്. ഓക്കെ, നമ്മൾ കപ്പലിൽ കയറി ഉടനെ ആ ചെയിൻ ഔട്ടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേറെ ഒന്നും സ്ഥലങ്ങളൊന്നും കാണാനില്ല വലുതായിട്ട്. ഓക്കെ ഓക്കെ ഗൈസ്, നമ്മൾ ആ ഒരു സ്ഥലത്ത് വന്ന് എത്തിയിട്ടുണ്ട്. ഇവിടെ കയറാൻ പറ്റില്ല ഗൈസ്. എനിക്ക് തോന്നുന്നു വള്ളത്തിൻ്റെ അതെ ഗൈസ്, ആ വെള്ളത്തിൽ ചവിട്ടിയാണ് കയറാനുള്ളത്. ചിലതിൽ പിടി ഉള്ളതൊക്കെ നമ്മൾ നോക്കണം. അതൊക്കെ നമുക്ക് അത്യാവശ്യമുള്ളതാണ്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ആ റോപ്പിലേക്ക് ചാടണം. ആ റോപ്പിൽ നമുക്ക് മേളിൽ കയറി പോവാം. ഇനി അടുത്ത് എന്താ പണികൾ വരിക എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സംഭവം ഗെയിം വളരെ സിമ്പിളാണ്. ട്രാപ്പ് കിടക്കുന്നുണ്ടോ? ഇതിലൊക്കെ ചവിട്ടി കഴിഞ്ഞാൽ തീർന്ന്. അപ്പം നമുക്ക് ആദ്യം ട്രാപ്പ് കണ്ടിട്ട് അതിൽ ചെന്ന് കയറിയ ആദ്യത്തെ ഞാനായിരിക്കും. ഓക്കെ, നമുക്കിത് പയ്യെടുത്ത് മാറ്റാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു ലോങ് ജമ്പ് വേണം. ഓക്കെ, അത്രേ ഉള്ളൂ. നമ്മളവിടെ നിന്ന് വളരെ സാഹസികമായി രക്ഷപ്പെട്ടു. ഇനി അടുത്ത് നമുക്ക് എന്ത് കെണിയാണ് ഇരിക്കുന്നത് നോക്കാം. ഇത് ഓക്കെ ഓക്കെ, താഴെ ഒരു കെണി ഇരിക്കുന്നുണ്ടോ? ആ സാധനം ഇത് സംഭവം ഇതിൻ്റെ മൂവ്മെൻ്റ് അങ്ങോട്ട് ശരിയാവുന്നില്ല. സംഭവം ഇത് ഒരുപാട് കീസ് ഒന്നും വച്ചല്ല ഈ ഗെയിം കളിക്കുന്നത്. സിമ്പിളായിട്ടുള്ള കീ ഉപയോഗിച്ച് ചാടി കയറാൻ പറ്റില്ല. എനിക്കൊന്ന് സ്വിങ് ചെയ്താൽ വേണം ചാടാനൊന്നും. ഒരുപാട് കീ വെച്ചല്ലേ ഈ ഗെയിം കളിക്കുന്നത്. അതാ സിമ്പിളായിട്ട് പോകുന്ന ഗെയിമാണ്. പക്ഷെ ഭയങ്കര പരീക്ഷണങ്ങളുടെ അങ്ങേ അറ്റോ, പരീക്ഷണങ്ങളുടെ കലവറയാണ് ഗെയിം. ഓക്കെ, നമ്മൾ അവിടെ നിന്നും ഫ്രണ്ടിലോട്ട് പോവുകയാണ്. ഇവിടെ എന്തോ കല്ലുരുണ്ട് വരുന്നതുണ്ടോ? എനിക്കത് നേരത്തെ അറിയാമായിരുന്നു. ഓക്കെ, ഇനി നമുക്കിവിടെ നിന്ന് പോവാം. ഇത് എവിടെ നിന്ന് ഈ കല്ലുരുണ്ട് വന്നതെന്നാ മനസ്സിലാവാത്തെ. ഭാഗ്യം ചാടി കയറി. ഈ ചിലതൊക്കെ മുള്ളാണോ അതെ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, മുകളിലൊരു റോപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ആ റോപ്പിൽ കൂടി അടുത്ത ഇതൊന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തെങ്കിലും കാണും. അതെ, ഒരു പെട്ടിയുണ്ട്.
ഓക്കെ, ഇത് കറക്റ്റ് അതിൻ്റെ താഴെ കൊണ്ടുവയ്ക്കണം. ഇനി ചാടി ചാടി. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് സ്വിങ് ചെയ്ത പോകാനുള്ള ഇതൊന്നും. അതെ, മണ്ടേ കയറാൻ പറ്റത്തില്ല. സ്വിങ് ചെയ്ത് ഇവിടെ എത്തണം. ഈ സ്വിങ് പോരെന്ന് തോന്നുന്നു. അതെ, ഞാൻ പിടിച്ചത് കുറച്ചുകൂടി താഴെ പിടിക്കണമെന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പോൾ കുറച്ച് താഴെ പിടിച്ചേക്കുന്നത്. ഇവിടെ നമുക്ക് നല്ല സ്പീഡിൽ. ഓക്കെ, ഇത് മതിയാവും. അതെ, ഇത് വളരെ കറക്റ്റായിരുന്നു. ഓക്കെ, നമുക്കിനി ഓക്കെ. ഓ, ഇതിന് താഴേക്ക് തള്ളിയിടണം. നമ്മൾ നേരത്തെ കണ്ട വെള്ളമില്ലേ, അവിടേക്ക് തടി തള്ളിയിടണം. അതിനെ ഇത്രയും മേളിൽ കയറി വന്ന് പാവം കൊച്ച്. ഇവന്റെ അനിയത്തി ആരെ എടുത്തോണ്ട് പോയെന്ന് അറിയത്തില്ല. ഇങ്ങനെ ഇവിടെ വന്നേന്നും അറിയത്തില്ല. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്തണം. ഓക്കെ, ഇനി ഇത് പയ്യെ തള്ളി വെള്ളത്തിലേക്ക് ഇറക്കാം. കുറച്ചുകൂടി നിങ്ങളുണ്ട്. ഓക്കെ, കയറാം. ചാടിക്കോ. ഓക്കെ, നമ്മൾ ആ ഒരു കടമ്പയും കടന്നിരിക്കുകയാണ്. മേളിലൊരു ട്രാപ്പ് കണ്ടോ? എനിക്ക് തോന്നുന്നു അത് താഴെ ഇറക്കണമെന്ന്. അത് എങ്ങനെയാ താഴെ ഇറക്കേണ്ടേ? ഓക്കെ ഗൈസ്, ഇത് തറയിൽ കാലിട്ട് കുത്താൻ വരും. അപ്പം നമ്മൾ മാറി കൊടുക്കണം. അപ്പം അതിൻ്റെ കാല് തറയൊന്ന് കൊള്ളുന്ന ആ ഒരു ഷേക്കിൽ ആ സാധനം തറയിൽ വീഴും. കുറേയൊക്കെ ഞാൻ മറന്നുപോയി, പണ്ടെപ്പോഴോ കളിച്ചതാ. ഒരിതും കൂടി വേണം, ഒരു തവണയും കൂടി. അതെ, ഇപ്പം വീഴും. നമുക്കൊക്കെ അപ്പുറം പോണം. ഈ ട്രാപ്പ് ഭയങ്കര തൊല്ലിയാണ് ഗൈസ്, നമ്മൾ വിചാരിക്കണക്കല്ല. ഓക്കെ, ഇനി നമുക്ക് സ്പൈഡറിനെ, ജെയിന്റ് സ്പൈഡറാണത്, അതിനെ നമുക്ക് അവിടെ നിന്ന് ഓട്ടിക്കണം. കുത്തറ കുറച്ച് കയറിപ്പോയല്ലേ കൊണ്ടുവച്ചത്. ഇത് കറക്റ്റ് ആവുന്നില്ല. ഓക്കെ, മതി. ഒരു കാല് അടിച്ചൊടിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത രണ്ടാമത്തെ കാലാണ്. ഓക്കെ, രണ്ടാമത്തെ കാലം അടിച്ചൊടിച്ച്. മൂന്നാമത്തെ കാല്. ഓക്കെ, ഇനി മൂന്നാമത്തെ കാലാണ് നമ്മുടെ ടാർഗറ്റ്. മൂന്നാമത്തെ കാലിന് കയറിപ്പോയെന്ന് തോന്നുന്നു. കുറച്ചൊന്ന് കയറിപ്പോയി നമ്മൾ വയ്ക്കുന്നത്. ഓക്കെ, മതി. 3 കാലം നമ്മൾ അടിച്ചൊടിച്ചിരിക്കുകയാണ്. ഓക്കെ, അത് ജീവനും കൊണ്ട് ഓടി. നമ്മുടെ ആ ഒരു ലോക്കും തകർന്ന്, ആ ഒരു എന്താ അതിൻ്റെ പേര്, ആ ഒരു കെണി അതും പൊട്ടിപ്പോയി. നമ്മൾ ഭൂമിയുടെ അടിയിലോട്ടാണ് ഇറങ്ങിപ്പോകുന്നത് തോന്നുന്നു. ചിലയിടത്ത് പറയാൻ പറ്റില്ല, നിരങ്ങി വരുമ്പോഴായിരിക്കും മുള്ളോ ആണിയോ എന്തെങ്കിലും. എന്താ കൈ സ്പീഡ് പറഞ്ഞ്? എത്ര സ്പീഡിൽ ഓടിയിട്ടും പോകുന്നില്ലല്ലോ. ഓക്കെ, നമ്മുടെ ചിലന്തി മേളിലാരെയോ. ഓക്കെ, ചിലന്തി നമ്മളെ കൊണ്ടുപോയി. ഓക്കെ, ഇതാണ് ഓൾറെഡി സ്ക്രിപ്റ്റാണ്, അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. ഓക്കെ, നമ്മളെ ഷവർമ റോളാക്കി ഗൈസ്. നമ്മുടെ ഷവർമ റോളാക്കി
അവിടെ തൂക്കിയിട്ടിരിക്കുകയാണ്. വിശക്കുമ്പോൾ തിന്നാനായിരിക്കും. ഇത് അപ്പുറത്ത് വേറൊരു ഷവർമ റോൾ കിടന്ന് പിടയ്ക്കുന്നുണ്ടായിരുന്നോ? ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും സ്വിം ചെയ്ത് ഇറങ്ങണം. ഓക്കെ ഗൈസ്, ഒരെണ്ണം 2 പൊട്ടിച്ച്. ഇനി നമുക്ക് ഇവിടെ നിന്ന് മാക്സിമം സ്പീഡിൽ ഓടുക. റൺ ബേബി റൺ. ഓക്കെ, മര്യാദക്കേ ചാടാൻ പറ്റുന്നില്ല, ഓടാനും ചാടാനും. ഇതിപ്പോ ഇതും കൂടി ആയി പൊതിഞ്ഞ് വെച്ചിരുന്നാൽ സൂപ്പർ ആയിരിക്കും. ഓക്കെ, ഇവിടെ ഓഫ് ഭയങ്കര പാടാ. ഒന്നാമതേ അതിന് ചാടാൻ പറ്റുന്നില്ല. കറക്റ്റ് ഷവർമ റോള് ചാടിപ്പൊങ്ങളെ കൊണ്ട്. ഓക്കെ, ഈ കല്ല് തള്ളിയിട്ട് കഴിഞ്ഞാൽ ആ മരം ഒന്ന് തലയിൽ വീഴും. ഓക്കെ, ജസ്റ്റ് ഓക്കെ. ഓക്കെ, നമ്മൾ ഇരിക്കുന്ന കല്ല് മൂവാകുന്നുണ്ട്. ഞാൻ പറഞ്ഞു തറയിലൊക്കെ ഫുള്ള് മുള്ള. വീണ് പോയി കഴിഞ്ഞാൽ തീർന്നു. പെയ്യെ പോവാ. ഓ ഗൈസ്, ജെയിൻ്റ് സ്പൈഡർ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തറയിലും പോകരുത്, അതിൽ പിടിയും വീഴരുത്. ഇനി പിടിച്ചാലും അതിന് ഇത് ചെയ്യേണ്ടി വരത്തില്ല, ഓൾറെഡി പൊതിഞ്ഞ് വെച്ചേക്കല്ലേ. ഓക്കെ, നമ്മൾ ചാടി യെസ്, ചത്തെന്ന് തോന്നുന്നു. ഇല്ല, കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. തലയിലൊക്കെ തൂവല്. പക്ഷെ തൂവലല്ല, അതിൻ്റെ വല ആരോ ഇരിക്കുന്നുണ്ട്. എന്താടാ? ഓ, അവൻ തൂങ്ങി ആടിയായി. ഓ, എവിടെയൊക്കെ കൊണ്ടുവന്ന് കെണി വെച്ചേക്കുന്നത്. ഇത് ആരായി കെണി ഇത്രയും വെച്ചേക്കുന്നത്? പക്ഷെ നമ്മളെ കെണി വെച്ച് പിടിക്കാൻ പറ്റത്തില്ല. നമ്മളത് സാഹസികതയാണ്. ഓക്കെ, നമുക്കിനി ഇവിടെ ചാടി പോകണം. അത് ഓൾറെഡി ചത്ത കൊച്ചായിരുന്നു, നമ്മളെ പേടിപ്പിക്കാൻ എന്തോ ആരോ ചെയ്തതാ. ഓക്കെ, നമുക്കിതൊക്കെ സിമ്പിളല്ലേ? വേണ്ട, അത് പറഞ്ഞിട്ടായിരിക്കും ഞാൻ അടുത്ത. ഓക്കെ, നിൽക്കാതെ ഓടിക്കോ. ഇതൊക്കെ ഡിസ്റ്റൻസ് ഒക്കെ ചാടൂ. ഓക്കെ, ഇത് നമുക്കിനി പൊളിച്ചിടണം, എന്നാലേ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാൻ പറ്റും. ചാടാ, ഇതെന്താ ഓടിയാത്ത? അങ്ങോട്ട് തള്ളി നോക്കിയാലോ? ഓക്കെ, ഓടിക്കൊണ്ടുവന്നൊരു ചാട്ടം ചാടിയാൽ മതി. ഓക്കെ, ഒന്നേ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒടിഞ്ഞ്. ഓക്കെ, ഓ, ഞാൻ വിചാരിക്കും ചെയ്ത അവിടെ നിന്ന് എങ്ങനെ ഇത്രയും ലോങ് ചാടുന്നതെന്ന്. ആ, ബെസ്റ്റ്. ഉള്ളിൽ കയറി കൊരുത്ത്. ഓക്കെ, ചടിക്കും. മേടിയിൽ നിന്ന് വരിക ആടി. കണ്ടോ, ആ തറയിൽ കണ്ടോ മുകളിൽ കയറ്റി വെച്ചേക്കുന്നത്? നിരങ്ങി ചെന്ന് അതിൽ കയറി അങ്ങ് ഇരിക്കുക, അത്രേ ഉള്ളു. ഓക്കെ, അടുത്തെന്തോ. അതെ, അല്ല, ഇത് ഉഡായിപ്പാണ്. കണ്ടോ, ഇത് ലാവന്മാരുടെ ഉഡായിപ്പ. ഇത് യവന്മാർ ആരാന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. യവന്മാർ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ശരിക്കും യവന്മാരെ കുറിച്ച് ആരും ഒന്നും പറയുന്നുമില്ല. യവന്മാർക്ക് ചാടിക്കളയാം. ഓക്കെ, ചാടാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ഓടുക, ടയർ വരുന്നതിന് മുന്നേ ഓടുക. ഓക്കെ, ഇനി ചാടുക. ഇനി ചാടി പോവുക. ഇനി അടുത്ത് കല്ലാണ് കൈസ്, നമുക്ക് ചാടാം. ഉമ്മ, അതിൽ നിന്നും വലിയൊരു ടയർ വണ്ടി ഉണ്ടായിരുന്നു കേട്ടാ. ഇത് ശരിക്കും ഇത് എന്ത് സാധനം ആൾക്കാരാന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അവന്മാര് നമ്മളെ കൊല്ലാൻ നോക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് അവന്മാരെ ബാക്കിൽ കയറി പോവാം. ഓക്കെ, ആരെയൊക്കെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ടുണ്ട്. ആ, ഇവിടെ ഫുള്ള് ട്രാപ്പ് വെച്ചേക്കാണ്.
ഇതെങ്ങനെയാ? ഓക്കെ ഓക്കെ. ഇനി നമുക്ക് ഇതിൽ തൂങ്ങിയാണ് പോകേണ്ടതെന്ന്. സ്വിങ് ചെയ്യേണ്ട അവിടെ എത്തുമ്പോൾ ചാടിയാൽ മതി. മറ്റേ റോപ്പ് എടുത്ത് കളഞ്ഞു കേട്ടാ. അപ്പം നമുക്ക് അങ്ങോട്ടായിരിക്കില്ല പോകേണ്ടത്. ഓക്കെ. മരുന്ന് വല്ല മറ്റേ കാട്ടുവാസികൾ വല്ല ആയിരിക്കുമോ? അവനെങ്ങണ്ട കുരുത്തോണ്ട് വരിക വീണ്ടും ആ ജെയിന്റ് സ്പൈഡർ. ഓക്കെ, സ്പീഡ് ഓടിക്കോ. കുരുത്ത് കയ്യിൽ വെച്ചേക്കുക, കഴിക്കാനല്ല വേറെ എന്തിനാ. ഓക്കെ, നമുക്ക് ഇനി സ്പൈഡർ വന്ന് അവിടെ ചവിട്ടുമ്പോൾ ഈ പൊങ്ങും. ആ ടൈമിൽ നമ്മൾ ഓടിക്കൊണ്ടുവന്ന് നല്ല ചാട്ടം കുരുത്തെടുത്ത്. ഓക്കെ, ഇത്തവണ നമ്മൾ ചാടിപ്പോവും. വേണ്ട, നമ്മൾ കുരുത്തെടുത്തോണ്ട് വരുന്നു. കഴിക്കാനല്ലെന്ന് തോന്നുന്നു, വേറെ എന്തിനാ. ഓക്കെ, സ്പൈഡർ ഇവിടെ വന്ന് ചവിട്ടുന്നത് നമ്മൾ ഓടിക്കൊണ്ടുവന്നൊരു ലോങ് ചാട്ടം. ഓക്കെ, ഓക്കെ, സക്സസ് ആയിട്ടുള്ളത്. പെട്ടെന്ന് മരമൊക്കെ പുഴുതിട്ട് ഓടുന്ന അത്യാവശ്യ സമയത്ത്. ഓക്കെ, അത് തറയിൽ പോയെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ ഒരു കല്ലുണ്ട്, ഇതും കൂടി ഉരുട്ടി അതിന്റെ തലയിൽ കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ഓടി താഴെ പോയി ഒളിച്ചിരിക്കാം. ഇത് വരുന്നുണ്ട് വാട കല്ല്. കാലും കൈയൊക്കെ ഓടിഞ്ഞ് തെറിച്ചിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ അവൻ്റെ ശല്യമില്ല. എല്ലാ കഥയിലും ഒരു JCB ഗെയിമാണ്. ഇവിടെ നമ്മുടെ ജെയിൻ സ്പൈഡർ. ഇവൻ്റെ അനിയത്തി ഇതൊക്കെ എങ്ങനെയാണല്ലോ ഇത്രയും ട്രാപ്പ് കടന്ന് പോകുന്നത്? അല്ലെങ്കിൽ ആരാ കൊണ്ടുപോയേ? സംഭവം ഇടയ്ക്കിടയ്ക്ക് ചെറിയ സൗണ്ട് കേൾക്കുന്നുണ്ട്, കുയിലിൻ്റെയും പൂച്ചയുടെയൊക്കെ. സംഭവം നല്ല ഇതുണ്ട്. ഓക്കെ, താഴെ കംപ്ലീറ്റ് മുകളിലല്ലേ തന്നെ. നമുക്ക് ചാടിപ്പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ വേറെ എന്തോ ഉണ്ട്. അവൻ വരുന്നു ഒറ്റക്കാലൻ. ഓക്കെ, നമ്മളിനി ഇവനെ വെച്ച് എന്തോ ചെയ്യണം. എന്താ ചെന്ന് എടുത്താലോ? ചത്തില്ല, വനങ്ങുന്നുണ്ട്. വേണേ കൊല്ലണം. ഓക്കെ. അപ്പൊ ഇങ്ങനെ അവനെ കൊല്ലണേ. വലിച്ചൂരി, അവന്റെ കൈ വലിച്ചൂരിയിട്ടുണ്ട്. ആകെ ഒരു കൈ ഉണ്ടായിരുന്നു. ഇനി എങ്ങനെയാണോ നീ ബാക്കിയുള്ളവരെ തിന്നണേ? അവനെ പന്താക്കി നമ്മള്. ഉരുട്ടി കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, വായിലൊന്നും കൊണ്ടുവന്ന് കൈ വെച്ചു കൊടുക്കാത്ത ഭാഗ്യം. എന്തെല്ലാം അവൻ ചത്ത്. വെള്ളി കളർ രക്തമൊക്കെ ഒലിച്ചു വരുന്നുണ്ട്. ഓക്കെ, എവിടെ ഇനി? നമ്മൾ ആ കേജ് തറയെത്തിക്കണം. സമയം പൊട്ടിയിരിക്കുക. കാക്ക കൊത്തി കേജിന്റെ കേബിള് ഫുള്ള് സെറ്റാക്കിയിരിക്കുക. എന്നാലും താഴ്ന്ന ഇത് ചാടി നമുക്ക് പോകാൻ പറ്റൂ. പൊട്ടുന്നില്ല. ഓക്കെ ഗൈസ്, പൊട്ടി വീണ്. ഇനി നമുക്കിതിനെ തള്ളി താഴെ കൊണ്ടുപോവാം. ഓക്കെ, അപ്പോൾ നമ്മളതിനെ താഴെ എത്തിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് കയറി രക്ഷപ്പെടാം. ഓക്കെ, അങ്ങനെ അതും നമ്മൾ വളരെ ഭംഗിയായി തന്നെ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇനി അടുത്ത എന്തൊരു പണിയാണ്. ഓക്കെ, വെള്ളത്തിലൊക്കെ എന്ത് കിടക്കുന്നുണ്ട്. ആൾക്കാർ തലയൊക്കെ ഇല്ലാതെ കിടക്കുന്നു. ശരിക്കും ഇവരെയൊക്കെ ആരാ കൊല്ലുന്നതെന്ന് ഒരു പിടുത്തമില്ല.
ഓക്കെ, സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തലയിൽ എന്തോ സാധനം, അതായത് എന്തോ പാരസൈറ്റാണ്, അത് അവനെ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ തലച്ചോറിനെ അതാണ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഫ്രണ്ടിലോട്ട് പോവാം. അടുത്ത കണി. അതെങ്ങനെയാ? ഇത് ചാടി തറയിൽ കേബിൾ കട്ടായി കഴിഞ്ഞാൽ മേലെ ഇരിക്കുന്ന ആ കല്ല് ഉച്ചയിലിരിക്കും. ഇത് കല്ലൊക്കെ എടുത്തെറിയുന്നവൻ. ഓക്കെ, നമുക്ക് താഴെ പോയി ആ ബോഡികളിൽ ഏതെങ്കിലും ഒന്ന് മേളിൽ കൊണ്ടുവരാൻ പറ്റുമോ നോക്കാം. അതെ, നമ്മളോടെ കളി അവൻ്റെ. അത് നമ്മൾ ഓടി. അമ്മേ, എന്തുവാടാ അത്? ഓക്കെ, ആ പാരസൈറ്റിനെ കാക്കകളെല്ലാം കൂടി തിന്നുന്നുണ്ട്. എന്താ, കുഴിയാണോ? ഇല്ല, ഇവിടെ തലയിൽ. സംഭവം ആ സാധനം പിടിച്ചു കഴിഞ്ഞാൽ പണിയാ. ഓക്കെ, ഇവിടെ എനിക്ക് അറിയാം. ഓക്കെ, ഇതിലേതോ ഒന്നിൽ സെൻറ്ററിലും മറ്റതിൽ സൈഡിലും ചവിട്ടാനുള്ളത്. കെണിയായത്. ഓക്കെ, ഇതിൽ സെൻറ്ററിൽ. അപ്പോൾ അടുത്തതിൽ സെൻറ്ററിൽ ചവിട്ടാൻ പാടില്ല. കണ്ടോ? ലെജൻഡ്. അയ്യോ, ഓടിക്കോ. ഇനി യവന്മാർ ഇതിനകത്ത് കൊണ്ടൊന്ന് കയറ്റണം. ഓക്കെ, ഒരുത്തൻ ചത്ത്. ഇനി 2 പേര്. ഓക്കെ, അവനും ചത്ത്. ലാസ്റ്റ് എടുത്തേ, അവനും തീർന്നു. ഓക്കെ, എല്ലാരും തീർന്നിരിക്കുകയാണ്. തൂങ്ങി എയറിലൊക്കെ ഒരുത്തൻ കിടക്കുന്നു. ഓക്കെ, നമുക്ക് താഴോട്ട് ഇറങ്ങേണ്ടതെന്ന് തോന്നുന്നു. അതെ, നമുക്ക് പയ്യെ താഴോട്ട് ഇറങ്ങാം. ഇനി അടുത്ത് എന്താ നമുക്കുള്ള പണിയെന്ന് നോക്കാം. ഓക്കെ, 2 ലിവറും ഒരുപോലെ പുഷ് ചെയ്യണം. അതാണ് നമ്മുടെ ടാർഗറ്റ്. അത് തിരിച്ച് റിട്ടേണും വരുന്നുണ്ടത്, പക്ഷെ ടൈമുണ്ട്. അപ്പോൾ ആ ടൈമിങ്ങിനനുസരിച്ച് നമ്മൾ കളിക്കണം. ഓക്കെ, മേളിലൊരിതുണ്ട്, അത് നമ്മൾ താഴെ. ഓക്കെ, നമുക്ക് ആദ്യം അവിടെ ഒരു ബോക്സ് ഉണ്ട്, ആ ബോക്സിനെ തള്ളി ഇവിടെ കൊണ്ടുവരണം. അത് ഈ ബോക്സിനെ തള്ളി നമുക്ക് അവിടെ കൊണ്ടുവന്ന് വയ്ക്കാം. എന്നിട്ട് മേളിൽ കയറി ആ കേബിൾ വലിച്ച് താഴോട്ട് ഇറങ്ങാം. എന്നിട്ട് അത് പയ്യെ മേളിൽ കയറുന്ന സമയം കൊണ്ട് നമ്മൾ താഴെ ഇറങ്ങി വീണ്ടും ആ കേബിളിനെ പിടിക്കണം. അതാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, നമ്മൾ ഓക്കെ, ആ മുള്ളിൽ തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോകും കേട്ടോ. അപ്പം അതിന് മുന്നേ താഴെ എത്തിയെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് നമ്മൾ വിടുമ്പോൾ തിരിച്ച് റിട്ടേൺ പോകുന്നുണ്ട്, പക്ഷെ അതിന് മുന്നേ നമ്മൾ താഴെ ഇറങ്ങി ആ കേബിളിൽ പിടിക്കണം. ഓ ജസ്റ്റ് ഓക്കെ, ഇനി അടുത്ത കേബിളിലും ഇതുപോലെ പിടിക്കണം. രണ്ടും ഇതാക്കിയിട്ട് ചാടിപ്പൊക്കി. ഓ, കളിച്ചോണ്ട് നിൽക്കുക. ചാടിപ്പൊക്കെല്ലാം പറഞ്ഞാൽ അവിടെ കിടന്നൊരു 10 ചാട്ടം ചാടുക. ഓക്കെ, ഇതെന്താ, മഷ്റൂമോ? എന്താ, എലിയോ തവളയോ എന്താ വന്നു? മാജിക് മഷ്റൂം തിന്നാ കൊള്ളാൻ. നമ്മളെ പാരസൈറ്റ് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് പാരസൈറ്റ് നമ്മൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നടക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു വശത്തോട്ട് നടക്കാൻ പറ്റും. ആ സൈഡിൽ പോയപ്പോൾ ഇതിൻ്റെ ആ സൂര്യപ്രകാശം അടിച്ചുകൊണ്ട് അത് തിരിച്ചു വന്നു. ഓക്കെ, ഈ സംഭവം നമ്മളെ വെള്ളത്തിട്ട് കൊല്ലും. നമ്മൾ വെള്ളത്തിൽ ചാടി കഴിഞ്ഞാൽ ഓക്കെ, ഈ സംഭവം ആ കാക്കകളുണ്ട്. സോ ആ കാക്കകൾക്ക് ഇത് ഇരയാക്കണം. ഓക്കെ, ഇവിടെ മെയിലടിച്ച് ഇപ്പം ഞാൻ തിരിച്ചു പോകും.
ഓക്കെ, ഇതിൻ്റെ തല വെയിലടിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നേരെ തിരിച്ചു വരും കേട്ടോ. ചാടിക്കും. യെസ്, ചാടി. ഈ കാക്കകൾ ഇത് തിന്നും. അപ്പം നമ്മുടെ സഹായിയായിരുന്നു ആ കാക്ക. ഓക്കെ, അടുത്ത പരിപാടി എന്താന്ന് നോക്കാം. ഒരു ലിവറുണ്ട്, പുള്ളി ചെയ്ത് നോക്കാം. താഴെ ഒരു വീലുണ്ട്, നമ്മളത് റൊട്ടേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇതെന്തോ ഒരു ജീവിയാണ്. മേലെ മഷ്റൂമിന് ചാട് കടന്നു. ഓക്കെ, നമുക്ക് എന്തായാലും മുന്നോട്ട് പോയി നോക്കാം. ഓക്കെ, ഇവിടെ സംഭവം വെള്ളം നിറയ്ക്കണം. അതാണ് അടുത്ത സ്റ്റോറി. വെള്ളം നിറച്ച് അവിടെ ഒരു തടി കിടക്കുന്നുണ്ട്, അത് പൊങ്ങി വരുമ്പോൾ നമ്മൾ ചാടി പോകണം. ഇപ്പം ഇവിടെ വെള്ളം നിറയ്ക്കാനായിട്ട് ആദ്യം ഓക്കെ മഷ്റൂം നമ്മൾ താഴെ തള്ളി ഇടണമെന്ന് തോന്നുന്നു. ഓക്കെ, മഷ്റൂം താഴെ തള്ളി ഇടണം. അപ്പോൾ ഇത് തിന്നാൻ വരുന്ന സമയത്ത് ഇതിനെ ഓട്ടിച്ച് നമ്മൾ ആ മറ്റേ ജെയിൻറ്റ് വീലുണ്ടല്ലോ, ആ വീലിനകത്ത്, ജെയിൻറ്റ് വീലല്ല, ആ വീലിനകത്ത് കയറ്റണം. അതെ, ഇതവിടെ കിടന്ന് ഓടി വെള്ളം പമ്പ് ചെയ്യും. ഇനി നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ഓടി മഴ പെയ്പ്പിക്കും. ഓ, ഇത് വല്ലാത്തൊരിതാണല്ലോ ഈ തവളാച്ചി. ഓടി ഓടി മഴ പെയ്ച്ച്. ഓക്കെ, നമുക്കിനി എന്തായാലും മുന്നോട്ട് പോവാം. ഓക്കെ, വെള്ളം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലെവർ പുഷ് ചെയ്ത് വെള്ളം താഴെ എത്തിക്കണം. ഓക്കെ, പക്ഷേ നമുക്കൊരു മണ്ടത്തരം പറ്റി. ആ കട്ട നമ്മൾ സെൻറ്ററിൽ കൊണ്ടുവയ്ക്കണമായിരുന്നു, എന്നാലും നമുക്ക് ചാടി പോകാൻ പറ്റും. ഓക്കെ, നമുക്കപ്പം വീണ്ടും അടുത്ത് പണിയുണ്ട്. ഓക്കെ, ചാടിക്കോ. ചാവത്തില്ല തോന്നുന്നു. ഓക്കെ, അതിനടുത്ത് സെൻറ്ററിൽ കൊണ്ടുവയ്ക്കാം. മതിയോ? മതി. ഓക്കെ, ഇവിടെ ഒന്ന് കയറാനും. ഓക്കെ, ഇതിൻ്റെ എനിക്ക് തോന്നുന്നു വുഡിൽ ചവിട്ടിയേ മേളിൽ ചാടാൻ പറ്റും, അല്ലാതെ ചാടാൻ പറ്റത്തില്ല. അതെ, അങ്ങനെയല്ല. ഇനി ചെയിൻ പുള്ളി ചെയ്ത് നോക്കാം. ഓക്കെ, അതിപ്പോൾ തടി എന്തായാലും വെള്ളം വീഴുമ്പോൾ സെൻറ്ററിൽ നിന്ന് മാറത്തില്ലെന്ന് തോന്നുന്നു. നമുക്കിനി എന്തായാലും സ്വിം ചെയ്തൊരു ചാട്ടം ചാടി നോക്കാം. സ്വിം ചെയ്തിട്ട് കാര്യമില്ല, അങ്ങ് പോകത്തില്ല. ഓക്കെ, വെള്ളം കുറയുമ്പോൾ നമ്മൾ ചാടിക്കും. യെസ്, വളരെ നല്ല രീതിയിൽ തന്നെ നമ്മളത് ചെയ്തു. ഓക്കെ, എന്താ ചിരണ്ടി? അല്ലല്ല, അവിടെ എന്താ ഓയിലാണോ? ഓ, അത് വേറെ എന്തോ സാധനം വരുന്നു. ഐ മീൻ ഡ്രൈനേജ് എന്തോ വരുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ആ വീണതങ്ങ് മറന്നിട്ട് നമുക്ക് മേളിൽ കൂടിയാണ് പോകേണ്ടത്. ഓക്കെ, എങ്ങോട്ടൊക്കെ ഇറങ്ങിയൊക്കെ വരുന്നുണ്ട്, എവിടെയെന്ന് അറിയാൻ പറ്റാത്ത. ഓക്കെ, നമുക്ക് എന്തായാലും കേജ് നമുക്ക് തള്ളിക്കൊണ്ട് വേണ്ടി വരും. കേജിൽ എന്തോ ഒരു പെട്ടിയാ, എന്തോ ഒരു സാധനം നമ്മൾ തള്ളിക്കൊണ്ട് പോവുക. ഓക്കെ, മേളിലൊരു ലിവർ പുള്ളി ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ കൊണ്ട് വയ്ക്കണം. എന്നിട്ട് ഈ ലിവർ പുള്ളി ചെയ്യാം. എന്നിട്ട് താഴെ ഒരു വാട്ടർ ബ്ലോക്ക് ഉണ്ട്, അത് നമ്മൾ ബ്ലോക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ വെള്ളം കയറി. നമ്മൾ ബെസ്റ്റ് കയറിയെന്ന് വിചാരിച്ചു. ഓക്കെ, നമ്മൾ ബോക്സ് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, പക്ഷേ ഇത്തവണ നമ്മൾ മേളിലത് തുറന്നിട്ടില്ല. നമുക്കിനി കയറിയിട്ട് ഓപ്പൺ ചെയ്യാം, ടൈം ഉണ്ടല്ലോ. ഓക്കെ, തുറന്നു.
ഓക്കെ ചാടി കയറിക്കോ. ഓ ചാടുക. ഓക്കെ മേളിൽ എത്തുമ്പോൾ ആ ലാഡറിൽ ചാടി കയറിക്കോ. ഓക്കെ ഓക്കെ വെള്ളം അതും കഴിഞ്ഞ് മേളിൽ കയറി വരും. അതിന് മുമ്പ് നമുക്ക് ഈ ബോക്സ് എടുത്ത് മേളിൽ കയറാനുള്ള വഴികൾ നോക്കണം. ഓക്കെ മേളിൽ കയറിയെന്നോ. അപ്പം എന്തായാലും വെള്ളം അവിടെ നിന്ന് പൊങ്ങി വരും. ഓക്കെ സംഭവം നമ്മൾ നിന്ന ബോക്സിൽ ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്നു. ഇതിൽ ബബിൾസ് വരുന്നുണ്ട്. പെട്ടെന്ന് ജസ്റ്റ് ഇത്ര നേരം നിരുന്നെങ്കിൽ താഴെ പോയനെ. ഓക്കെ ഇനി നമ്മൾ നേരെ താഴോട്ടായിരിക്കണം. ചാടിക്കും. ഓക്കെ ഇവിടെ നിന്ന് ചാടി മേളിലോട്ട് പോകണം. താഴെയും വെള്ളം നിറയുന്നുണ്ട്. എന്താ ഇവിടെ ഒരു ലിവർ ഉണ്ടല്ലോ. ഓക്കെ ആ ബലൂൺ മേളിൽ വരുമ്പോൾ നമ്മൾ അതിനെ മേളിൽ വെച്ച് ലോക്ക് ചെയ്യണം, പിടിക്കണം. ഓക്കെ ഫെയിലായി ഗൈസ്. സംഭവം അങ്ങനെയല്ലായിരുന്നു. ഓക്കെ നമുക്കിനി അടുത്തതാണ്. എന്തായാലും ബലൂൺ മേളിൽ വരുന്ന ടൈമിൽ തന്നെ നമ്മളത് ലോക്ക് ചെയ്യണം. ബലൂണല്ല എന്തോ ഫ്ലോട്ടാ. ഓക്കെ എന്തായിരുന്നാലും ഓക്കെ ഇപ്പം മേളിൽ വരാൻ ടൈമായി. ഓക്കെ ലോക്ക് ചെയ്തോ. ഓക്കെ ഇനി നമ്മൾ അതിനെ തല്ലി മറ്റേ അവിടെ ഒരു ഇത് കണ്ടോ, ഒരു കേജ് കണക്കെന്തോ, അതിനകത്ത് അവിടെ കൊണ്ടുവയ്ക്കണം. എന്നിട്ട് നമ്മൾ മേളിൽ പോവുക, എത്രയും പെട്ടെന്ന് മേളിൽ പോവുക. ഇനി നമുക്ക് അതിൻ്റെ വണ്ടി കയറി നിൽക്കാം. വാട്ടർ ലെവൽ പൊങ്ങുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ ഈ ബോക്സ് മേളിലേക്ക് പോകും. ആ ടൈം കൊണ്ട് നമുക്ക് അവിടെ നിന്ന് ചാടാം. തവള വിചാരിച്ചിട്ടാണ് തോന്നുന്നു ഇത്രയും മഴയും വെള്ളപ്പൊക്കവും സുനാമിയൊക്കെ. എനിക്ക് താഴെ ഒരു ലിവർ ഉണ്ട്, മേളിലൊരു, പക്ഷെ മേളിൽ കൂടെ നമുക്ക് പോകാൻ പറ്റുന്ന ഹൈറ്റ് അല്ലേ ഉള്ളു. നോക്കാം. അതെ നമുക്ക് ചാടി പോവാ. മറ്റേ അവിടെ ചാടി കയറാൻ പറ്റത്തില്ല കേട്ടോ. സോ അത് തള്ളാനും പറ്റത്തില്ല. വേണമെങ്കിൽ എന്ത് ചെയ്യും, നീങ്ങുന്നില്ല ഗൈസ്. അപ്പം എനിക്ക് തോന്നുന്നു താഴെ പോയി ലിവർ പുള്ളി ചെയ്യണം. അല്ലാതെ ഇവിടെ നിന്നും അപ്പുറത്തോട്ട് ചാടാൻ എന്തായാലും പറ്റത്തില്ല. ഓക്കെ നമുക്ക് താഴെ പോയി ലിവർ ഒന്ന് പുള്ളി ചെയ്ത് നോക്കാം, എന്താ സംഭവിക്കുന്നതെന്ന് അറിയാലോ. ഓക്കെ 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 വെള്ളം ഇന്ന് മേളിൽ വന്ന് കുറച്ചുകൂടി കയറ്റാം. മേളിൽ വന്ന് ഈ ബോക്സ് മേളിലായിട്ടുണ്ട്. ഇനി നമുക്ക് ചാടാൻ പറ്റും. ഓക്കെ സിമ്പിളായിട്ട് ചാടാൻ പറ്റും. ഇവിടെ നിന്ന് മേളിലാണോ താഴെയാണോ? ഓക്കെ എല്ലായിടത്തും ഓരോ ലിവർ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ നമ്മൾ അവിടെ നിന്നും വളരെ വിദഗ്ധമായി തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ട്. തറ കിടക്കുന്ന എല്ലാത്തിനും ചവിട്ടി കൂട്ടിഞ്ഞ് നമ്മളുടെ കളി. വീണ്ടും ആ സാധനം എന്തായാലും നമ്മുടെ തലയിൽ വീഴും ഗൈസ്. അതിന് മുന്നേ നമുക്ക് സ്വിങ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ബോക്സ് ഇപ്പുറത്ത് കൊണ്ടുവരണം. കാരണം ഈ സൈഡിലാണ് സൺറൈസ് ഉള്ളത്, സൺലൈറ്റ് ഉള്ളത്. വീണോ? വീണ് കണ്ടോ? ഇനി ഏതെങ്കിലും ഒരു സൈഡിലോട്ട് സ്വാമിയെ പോലെ നടക്കും. അവിടെ ചെല്ലുമ്പോൾ സൺലൈറ്റ് വെച്ചിട്ട് നമ്മൾ തിരിച്ചു വരും. ഓക്കെ പിന്നെ ലേറ്റർ വഴിയൊക്കെ കയറി പോകുന്നത്. ഓക്കെ ഇങ്ങോട്ടൊക്കെ പോകുന്നത് അത് കൺട്രോൾ തീരെ കുറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് ചാടാൻ പറ്റത്തില്ല എന്തായാലും. അപ്പൊ താഴെ ഇറങ്ങാം, വേറെ എന്തെങ്കിലും ഓപ്ഷൻ കാണും. ഓക്കെ താഴെ ഒരു പൈപ്പ് ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ എങ്ങനെയോ വെള്ളം സെറ്റാക്കി എടുക്കണം. ഓക്കെ 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 ഇവിടെ ഒരു പൈപ്പ് പൊട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോഴത്തേക്കും അവിടെ വെള്ളം പെരുകിക്കൊണ്ടിരിക്കുകയാണ്.
കണ്ടോ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു. ആ ടൈം കൊണ്ട് നമ്മൾ ഈ പൈപ്പിൽ കയറിയുടെ രക്ഷപ്പെടണം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തല പോയി അതിലടിച്ച് നമ്മൾ ചത്തു. സോ നമ്മൾ ലാഡറിൽ തന്നെ നിൽക്കണം. ആ പൈപ്പ് നീങ്ങി വരുമെന്ന് തോന്നുന്നു. നമുക്ക് ടൈം എടുക്കുന്നുണ്ട്. ഭയങ്കര മൈൻഡ് ഗെയിമാണ്. നമ്മൾ വിചാരിച്ചതുപോലെ അല്ല, കളിക്കുന്നവർക്ക് അറിയാം. ഭയങ്കര അടുത്ത ലെവലൊക്കെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാന്ന് കൂടി ചിലപ്പോൾ മനസ്സിലാകത്തില്ല. ഓക്കെ എന്തായാലും നമുക്ക് ഈ ഗെയിം ഇവിടെ കൊണ്ട് നിർത്താം. എന്തായാലും ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ബെസ്റ്റ് നമ്മളെ കൊണ്ട് ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അതാ സംഭവം. ഓക്കെ ഗൈസ്, ബൈ.